വീണ്ടും കരുത്ത് തെളിയിച്ച് ഇന്ത്യൻ വ്യോമസേന. ആകാശത്ത് വിസ്മയ കാഴ്ചയ്ക്കാണ് റാഞ്ചി സാക്ഷ്യം വഹിച്ചതും. റാഞ്ചിയിൽ നടന്ന എയർ ഷോയിൽ വ്യോമസേനയുടെ സൂര്യകിരൺ എയറോബാറ്റിക് ടീം അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യപ്രകടനമാണ് കാഴ്ചവെച്ചതും. അതുപോലെ തന്നെ നാക്കും ആർമി ഗ്രൗണ്ടിന് മുകളിലെ ആകാശത്ത് കാവി, വെള്ള, പച്ച നിറത്തിൽ ദേശീയ പതാകയെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളും ഇന്ത്യൻ വ്യോമസേന കാഴ്ചവെച്ചു. 2 ദിവസം നീണ്ടുനിന്ന എയർ ഷോ ആയിരുന്നു റാഞ്ചിയിൽ സംഘടിപ്പിക്കപ്പെട്ടതും. എയർ ഷോ ആസ്വദിക്കുന്നതിനായി പുലർച്ചെ മുതൽ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളും പൊതുജനങ്ങളും അടക്കം ഉൾപ്പെടെയുള്ളവർ വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു ആ ആർമി ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയിരുന്നതും. ഇന്ത്യയിലും അതുപോലെ ശ്രീലങ്ക, മ്യാൻമർ, ചൈന, സിംഗപ്പൂർ, UAE എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ തന്നെ ലോകമെമ്പാടുമായി 700-ലധികം എയർ ഷോകൾ അവതരിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ടീമാണ് സൂര്യകിരൺ എയറോബാറ്റിക് ടീം എന്ന് പറയുന്നത്. പ്രതിരോധ സഹമന്ത്രിയായ സഞ്ജയ് സേത് അതുപോലെ തന്നെ മുതിർന്ന പ്രതിരോധ ഭരണ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി വ്യോമസേന ഉദ്യോഗസ്ഥരും റാഞ്ചിയിലെ പൊതുജനങ്ങളും ഈ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാനായി എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും നേതൃത്വത്തിൽ നമ്മുടെ പ്രതിരോധ മേഖല നൂതനവും അതുപോലെ തന്നെ സ്വാശ്രയവും ശക്തവുമായി മാറിയിരിക്കുന്നുവെന്നും ചടങ്ങിൽ പങ്കെടുത്ത പ്രതിരോധ സഹമന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം എയ്റോ ഇന്ത്യ 2025 ആദ്യ ആഴ്ചയിൽ തന്നെ 11 മിനിറ്റ് പ്രദർശനം നടത്തിയ സൂര്യകിരൺ എയറോബാറ്റിക് ടീം ആകട്ടെ SKAT 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ത്രിവർണ്ണ പതാക വീണ്ടും അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഇതാദ്യമായാണ് ഹോക്ക് വിമാനത്തിൽ അവതരിപ്പിക്കുന്നതും. ഇതാദ്യമായാണ് സൂര്യകിരൺ ടീമിനൊപ്പം തന്നെ ഹോക്ക് വിമാനത്തിൽ ത്രിവർണ്ണ പതാക പാറുന്നതും. മുൻപ് കിരൺ MK2 വിമാനത്തോടൊപ്പം തന്നെ ത്രിവർണ്ണ പതാക പ്രദർശിപ്പിച്ചിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ അംബാസിഡർമാരായി അംഗീകരിക്കപ്പെട്ട സംഘം അതുപോലെ തന്നെ DNA ഘടനയോടെ തന്നെ സാമ്യമുള്ള ഒരു രൂപീകരണം ഉൾപ്പെടെയുള്ള പുതിയ ചില കാര്യങ്ങൾ കൂടെ അവർ അവതരിപ്പിച്ചിരുന്നു. ഓരോ പരിശീലനത്തിനും ഇടയിലുള്ള സമയം കുറച്ചിട്ടുണ്ട് എന്നും തുടർച്ചയായ ആകാശ പ്രകടനങ്ങൾ 30 സെക്കൻഡിനുള്ളിൽ തന്നെ നടത്തുമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഈ ദ്രുത സ്വീക്വൻസുകൾ ഒന്നിലധികം അക്രോബാറ്റിക് സ്റ്റാൻഡുകൾ പ്രദർശിപ്പിക്കുമെന്നും അത് ഡിസ്പ്ലേക്ക് ഒരുക്കുമെന്നും ചില ചലനാത്മകമായി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ മുൻപത്തെ പോലെ 30-35 മിനിറ്റിൽ നിന്ന് ഇപ്പോൾ 40-44 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രകടന ദൈർഘ്യവും ടീം വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 5 തലമുറ യുദ്ധവിമാനമായ റഷ്യയുടെ Su-57 പാർക്കിംഗ് സ്ഥലത്തിന് മുന്നിലായിരുന്നു കൂടുതൽ തിരക്ക് രൂപപ്പെട്ടതും. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത് ഇന്ത്യൻ പോർ വിമാനമായ Su-30 MKയുടെ അതും നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡിസ്പ്ലേ ഏരിയയുടെ വേലിക്കെട്ടിനകത്ത് കുറച്ചകലെയാണ് US-ന്റെ 5ാം തലമുറ പോർ വിമാനം F-35 അതുപോലെ തന്നെ ലൈറ്റിംഗ് 2 പാർക്ക് ചെയ്തിരുന്നതും. അതിനാൽ അതിന്റെ അടുത്ത് തന്നെയായിരുന്നു ചിത്രമെടുക്കാനുള്ള പലരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കിയതും. അതേപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ MK-132 വിഭാഗത്തിലുള്ള 9 വിമാനങ്ങൾ ഉൾപ്പെടെ തന്നെ സൂര്യകിരൺ എയറോബാറ്റിക് ടീം ആകാശത്ത് ത്രിവർണം വിതറിയപ്പോൾ തന്നെ ആവേശവും ആരവവും വാനോളമായിരുന്നു ഉയർന്നതും. വ്യോമസേന താവളത്തിൽ പ്രദർശിപ്പിക്കാൻ പാസ് ലഭിക്കാത്തവർ ആകട്ടെ ഹൈവേയിലെ വിവിധ ഇടങ്ങളിൽ രാവിലെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സമാധാനപരമായ രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയതും. അതുപോലെ സമാപന ദിനമായ ദിവസം പോലും അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. വ്യോമസേന ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനായ ഹോക്ക് MK-132 ത്രിവർണ്ണ പതാക പതിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ചിരിക്കുകയാണ് എന്നും ടീം അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാലും ഈ പരീക്ഷണം തദ്ദേശീയമായി നിർമ്മിച്ചതാണ് എന്നും ആവശ്യമായ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്നതായിരുന്നു അവർ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.